നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി മലയാളികളെ സംബന്ധിച്ച് വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത്. മലയാളി യുവാവിനെ സൗദി അറേബ്യയിലെ ഹഫർ അൽ ബാദിനിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വിവാഹത്തിനായി ഈ മാസം 25-ന് നാട്ടിലേക്ക് പോകാനിരിക്കെയാണ് മലയാളി യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോഴിക്കോട് എടക്കര സ്വദേശി മുന്ന സാഹിലിനെയാണ് ഇത്തരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം. 26 വയസ്സുകാരനാണ് ഇത്തരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ജോലി ചെയ്തിരുന്ന കമ്പനി ഗോഡൌണിന് സമീപം നിർമ്മാണത്തിൽ ഒരു കെട്ടിടം ഉണ്ടായിരുന്നു. ഈ കെട്ടിടത്തിലാണ് മുന്ന സാഹിലിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. സൗദിയിലെ പ്രമുഖ ഭക്ഷ്യ വിതരണ ഗ്രൂപ്പിൽ 2 വർഷമായി സെയിൽസ്മാനായി ജോലി ചെയ്യുകയായിരുന്നു മുന്ന സാഹിൽ. എന്തായാലും പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ഹഫർ അൽ ബാത്തിനിലെ കിങ് ഖാലിദ് ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റുകയുണ്ടായി. എന്താണ് മരണത്തിലേക്ക് നയിച്ചത്? എന്തിന് ഇത്തരത്തിലൊരു കടുങ്കൈ ചെയ്തു? ആത്മഹത്യ തന്നെയാണോ? മറ്റെന്തെങ്കിലും ഗൂഢതകളുണ്ടോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. എന്തായാലും അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. അന്വേഷണത്തിന് ശേഷം മാത്രമേ വ്യക്തമായ ഒരു ചിത്രം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കിട്ടുകയുള്ളൂ. എന്തിനാണ് 26-കാരൻ വിവാഹം നടക്കാനിരിക്കെ, നാട്ടിലേക്ക് വരാനിരിക്കെ ഇങ്ങനെയൊരു കടുങ്കൈ ചെയ്തത് എന്ന ചോദ്യം ഉയരുകയാണ്. കൃത്യമായ ഉത്തരം കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ അന്വേഷണത്തിലൂടെ മാത്രമേ അത് എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. എന്നാൽ പ്രവാസി മലയാളികളെ സംബന്ധിച്ച് വളരെ വേദനാജനകമായ വാർത്തയാണ്. തങ്ങളെപ്പോലെ അന്യനാട്ടിലെത്തിയ ഒരു വ്യക്തി ഒരു സന്തോഷം നടക്കാനിരിക്കെ എന്തിനീ കടുങ്കൈ ചെയ്തു എന്ന ചോദ്യമാണ് പലരും ചോദിക്കുന്നത്. അതിന് വ്യക്തമായ ഉത്തരമുണ്ടോ? എന്തുകൊണ്ട് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തു എന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടാണോ? മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ അലട്ടിയിരുന്നോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. എന്തായാലും മുന്ന സാഹിലിൻ്റെ മരണത്തിന് പിന്നിലുള്ള കാരണം കണ്ടെത്താനുള്ള അന്വേഷണം നിലവിൽ നടക്കുകയാണ്. മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കേണ്ട നടപടികളൊക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ട്. എന്തായാലും കുടുംബത്തെ സംബന്ധിച്ച് വലിയ വേദനാജനകമായ വാർത്തയാണ്. അവരും അപ്രതീക്ഷിതമായി ഉണ്ടായ സംഭവമാണ്. ആ കുടുംബം വളരെ വേദനയിലാണ് ആയിരിക്കുന്നത്. എന്തായാലും വ്യക്തമായ ഉത്തരം വരും മണിക്കൂറുകളിൽ ലഭ്യമാകുമെന്ന് തന്നെയാണ് കരുതുന്നത്.